നിങ്ങൾക്കറിയാമോ, 1000 രൂപയോളം പ്രതിമാസം നൽകി 1 കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് നേടാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും പലരും ശരിയായ ഇൻഷുറൻസ് വാങ്ങുന്നില്ല. പലരും ഇൻഷുറൻസ് വാങ്ങുന്നത് അത് അവർക്ക് വേണ്ടിയല്ല, പലപ്പോഴും ഏജന്റ് നിർബന്ധിക്കുമ്പോഴാണ് പലരും ഇൻഷുറൻസ് വാങ്ങുന്നത് തന്നെ. ഏജന്റിന്റെ ലാഭത്തിനായി നിങ്ങൾ ഇൻഷുറൻസ് വാങ്ങരുത്. നിങ്ങളുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്. നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായി സുരക്ഷിതമായി തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒന്നാണ്. ഏകദേശം പ്രതിമാസം നിങ്ങൾ 400 രൂപ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് നേടാൻ സാധിക്കും. ഏകദേശം നിങ്ങൾ പ്രതിമാസം 500 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ലൈഫ് കവർ നേടാൻ സാധിക്കും. ഏകദേശം പ്രതിമാസം നിങ്ങൾ 1000 രൂപ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവർ നേടാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ശരിയായ ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കേണ്ടത്? ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോൾസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് നമ്മൾ ആരോട് ചോദിച്ചാലും പലരും പൊതുവായി പറയുന്ന ഒരു ഉത്തരമാണ് എന്റെ കുടുംബം. പക്ഷേ നമ്മൾ മറ്റൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനുള്ള മതിയായ ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഉത്തരം ഇല്ല എന്നാണ്. അത് തന്നെയാണ് ശരിയായ യാഥാർത്ഥ്യം. ഏകദേശം 1.4 ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 70% ആളുകൾക്ക് ലൈഫ് ഇൻഷുറൻസ് ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇൻഷുറൻസ് ഉള്ള ബാക്കി 30% ആളുകൾക്കും അവർക്ക് മതിയായ രീതിയിലുള്ള കവർ ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു പ്രശ്നമാണ്. ഇതിനുള്ള പ്രധാന കാരണം നമ്മളുടെ അറിവില്ലായ്മ തന്നെയാണ്. മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് സാധാരണ അറിയാവുന്ന ചില പേരുകളാണ് മണി ബാക്ക് പോളിസി, എൻഡോവ്മെന്റ് പ്ലാൻ, ULIP, ഹോൾ ലൈഫ് പോളിസി, ചൈൽഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇവ ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ചേർന്നതാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പലപ്പോഴും ഇവയുടെ ലൈഫ് കവർ വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് എന്തിനാണ് ടേം ഇൻഷുറൻസ് എന്ന് മനസ്സിലാക്കാം. ലൈഫ് ഇൻഷുറൻസ് 2 വിഭാഗമായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ലൈഫ് ഇൻഷുറൻസ്, രണ്ടാമത്തേത് നോൺ ലൈഫ് ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു തരമാണ്. ഇത് ഏറ്റവും ലളിതവും ഏറ്റവും കുറഞ്ഞ ചിലവുള്ളതുമാണ്. ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പ്രധാന വരുമാന ഉറവിട മാർഗമാണെന്ന് കരുതുക. നിങ്ങളുടെ വരുമാനം ഉപയോഗിച്ചാണ് വീടിന്റെ ചിലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ലോണുകളും മറ്റടവുകളും ചെയ്യുന്നതെന്ന് കരുതുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ചിലവ് ആരാണ് നോക്കുന്നത്? നിങ്ങളുടെ ലോണുകൾ ആരാണ് അടച്ചു തീർക്കുന്നത്? ഇവിടെയാണ് നിങ്ങളെ ടേം ഇൻഷുറൻസ് സഹായിക്കുന്നത്. പോളിസി കാലയളവിൽ പോളിസി ഉടമ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ചിലവുകൾ മുഴുവൻ ഈ ഒരു ടേം ഇൻഷുറൻസിലൂടെ കവർ ചെയ്യാൻ സാധിക്കും. കുടുംബത്തിന്റെ സാമ്പത്തിക സംരക്ഷണം നൽകുന്നതാണ് ടേം ഇൻഷുറൻസ്. ഇപ്പോൾ നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ശരിയായ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക എന്നത് അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ്. പ്രതിമാസം വെറും 595 രൂപ നൽകി നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും. 1 കോടി രൂപ വരെയുള്ള കവർ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾ ഒരു ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ വർഷം 15% വരെ ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. സ്ത്രീകളാണ് ഈ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ലൈഫ് ടൈം 15% ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. യോഗ്യമായ ക്ലെയിമുകൾക്ക് 3 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റിൽമെന്റ് നേടാനും സാധിക്കുന്നു. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റിലൂടെ നിങ്ങൾക്ക് 100% പ്രീമിയം തിരികെ നേടാനും സാധിക്കുന്നു. അത് പ്രയോഗിക്കാവുന്ന പ്ലാനുകളിലൂടെ മാത്രമാണ് ഇത് നേടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏജന്റുമാരെ അന്ധമായി വിശ്വസിക്കാതെ ഓൺലൈനിൽ താരതമ്യം ചെയ്ത് ശരിയായ തീരുമാനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെ ശരിയായ പ്രീമിയം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതെന്ന് നോക്കാം. ആശ്രിതർ ഉള്ളവർ, വിവാഹിതർ, കുട്ടികളുള്ളവർ, ലോൺ ഉള്ളവർ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഒരു വരുമാന മാർഗം, ഒരു പ്രധാന വരുമാന മാർഗമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത്തരത്തിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വളരെ ലളിതമായി നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കുന്നുവോ അത്രയും ചിലവ് കുറഞ്ഞ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ആരംഭിക്കാൻ സാധിക്കും.
പ്രായം കൂടുന്തോറും പ്രീമിയം എമൗണ്ടും കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എത്ര കവറാണ് ലഭിക്കേണ്ടതെന്ന് നോക്കാം. സാധാരണ നിയമം അനുസരിച്ച് നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 15 മുതൽ 20 മടങ്ങാണ് നിങ്ങൾക്ക് ഈ ഒരു കവറായി ലഭിക്കേണ്ടത്. ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം 10 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ് ഈ ഒരു ഇൻഷുറൻസ് കവറായി ലഭിക്കേണ്ടത്. ഇനി നമുക്ക് ടേം ഇൻഷുറൻസും എൻഡോവ്മെന്റ് പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം നേടാൻ സാധിക്കും. കൂടുതൽ കവർ, അതുപോലെ തന്നെ കുറഞ്ഞ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും. നിങ്ങൾ എൻഡോവ്മെന്റ് പ്ലാൻ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇൻഷുറൻസ് പ്ലസ് സേവിംഗ് ആണ്. ഇതിൽ നമ്മൾ കൂടുതൽ പ്രീമിയം നൽകേണ്ടതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ കവർ ആണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ടേം ഇൻഷുറൻസ് ആണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ഇനി നമുക്ക് പ്രീമിയം ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ കവറാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ 22-ാം വയസ്സിൽ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം 396 രൂപ നൽകേണ്ടി വരും. 25-ാം വയസ്സിലാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 430 രൂപ നൽകേണ്ടി വരും. 30-ാം വയസ്സിലാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 510 രൂപ നൽകേണ്ടി വരും. 35-ാം വയസ്സിലാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 625 രൂപ നൽകേണ്ടി വരും. 40-ാം വയസ്സിലാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 808 രൂപ നൽകേണ്ടി വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ എത്രയും വേഗത്തിൽ ആരംഭിക്കുന്നുവോ അത്രയും കുറഞ്ഞ പ്രീമിയം നൽകിയാൽ മതിയാകും. ഇൻ കേസ് നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ കവറാണ് ആവശ്യം, 22-ാം വയസ്സിലാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രതിമാസം 498 രൂപ നൽകേണ്ടതുണ്ട്. 25-ാം വയസ്സിലാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ പ്രതിമാസം നിങ്ങൾ 507 രൂപ നൽകേണ്ടതുണ്ട്. 30-ാം വയസ്സിലാണ് ആരംഭിക്കുന്നതെങ്കിൽ 578 രൂപ നൽകണം. 35-ാം വയസ്സിലാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ 686 രൂപ നൽകേണ്ടതുണ്ട്. 40-ാം വയസ്സിലാണ് ആരംഭിക്കുന്നതെങ്കിൽ 977 രൂപ നൽകേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറാണ് ആവശ്യമെങ്കിൽ 22-ാം വയസ്സിലാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം 773 രൂപ നിക്ഷേപിക്കണം. 25-ാം വയസ്സിലാണെങ്കിൽ 813 രൂപയാണ് നൽകേണ്ടത്. 30-ാം വയസ്സിലാണെങ്കിൽ 948 രൂപ നൽകേണ്ടതുണ്ട്. 35-ാം വയസ്സിലാണെങ്കിൽ 1150 രൂപ നൽകണം. 40-ാം വയസ്സിലാണെങ്കിൽ 1539 രൂപ നൽകേണ്ടതുണ്ട്. നിങ്ങൾ എത്രയും വേഗത്തിൽ ഇത് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കുറഞ്ഞ പ്രീമിയം നൽകിയാൽ മതിയാകും. ലേറ്റ് ആകും തോറും നമ്മൾ കൂടുതൽ പ്രീമിയം നൽകേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്വന്തമായി വരുമാനമുള്ളവർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ എന്നിവർക്ക് എല്ലാവർക്കും തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആരോഗ്യം നോക്കുകയാണെങ്കിൽ ഡയബറ്റീസ്, BP ഇവയെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സത്യസന്ധത നിർബന്ധമായ ഒരു കാര്യമാണ്. തെറ്റായ വിവരം നമ്മൾ നൽകുകയാണെങ്കിൽ നമ്മളുടെ ക്ലെയിം റിജക്ട് ആവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഇനി നമുക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഫോട്ടോ, പാൻ ഡീറ്റെയിൽസ്, ആധാർ കാർഡ്, സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നീ രേഖകൾ നൽകി നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് മികച്ച കമ്പനി തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കാം. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 97% മുകളിലുള്ളത് ഒരു നല്ല കമ്പനിക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ കംപ്ലൈന്റ് റേഷ്യോ കുറവാണെങ്കിലും അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. IRDAI റിപ്പോർട്ട് പരിശോധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ അവലോകനം ചെയ്തതിനു ശേഷം മാത്രം ഒരു നല്ല ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇൻഷുറൻസ് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബത്തിന് വേണ്ടിയാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. വളരെ കുറഞ്ഞ പ്രീമിയം നൽകി നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് കവർ നേടാൻ സാധിക്കും. ശരിയായി മനസ്സിലാക്കി ശരിയായി പഠിച്ചതിന് ശേഷം ശരിയായ തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയുടെ മുകളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എന്താണെന്ന് മനസ്സിലായി കാണും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ബെസ്റ്റ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ ഒരു വീഡിയോയിൽ കണ്ട എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും കാണുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.